മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിക്ക് ഇ ഡിയുടെ സമൻസ് വന്നു കഴിഞ്ഞു. വെള്ളിയാഴ്ച ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 പേർക്കാണ് സമൻസ് ഇ ഡി പ്രാരംഭമായി കൊടുത്തിരിക്കുന്നത്. കരിമണൽ കർത്തായ്ക്കും, കർത്തായുടെ ഭാര്യ ജയയ്ക്കും, കർത്തായുടെ മകനും, അതുപോലെ തന്നെ സിയർമാറിൻ്റെ മാനേജരായ ഒരാൾ സുരേഷ് കുമാറിനും ഇ ഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞു. വളരെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. ഫസ്റ്റ് റൗണ്ട് ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും ഇ ഡി ഹാജരാകാൻ നിർദ്ദേശം കൊടുക്കും എന്നാണ് കരുതുന്നത്. സിയർമാറിൻ്റെ പ്രൊട്ടസ്റ്റ് ഈ കേസിനകത്ത് സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിലും മറ്റും ഉണ്ടായിരുന്നെങ്കിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് തള്ളിക്കളഞ്ഞു. ഏതായാലും സിംഗിൾ ബെഞ്ചിൽ കൊടുത്തതും ആ അപേക്ഷയും തള്ളിക്കളഞ്ഞു. ഇനിയിപ്പോൾ അവരെ ചോദ്യം ചെയ്യേണ്ട സമയമായി. കേസ് വലിച്ചു നീട്ടാൻ കഴിയില്ല. ഇ ഡിയുടെ ഡയറക്ടർ കഴിഞ്ഞ 4 ദിവസമായിട്ട് കൊച്ചിയിൽ താമസിച്ച് കേസ് ഫയലെല്ലാം പഠിച്ച് വേണ്ട ഡയറക്ഷൻസൊക്കെ കൊടുത്തു. അദ്ദേഹം മടങ്ങിപ്പോയി. ഇനി ഇ ഡി വിശദമായി വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യും. അവർക്ക് ഏകദേശം 2,78,00,000 രൂപ കൊടുത്തതായിട്ടാണ് കാണുന്നത്. ഒരു സേവനം ചെയ്യാതെ, ഒരു സർവീസും അവർക്ക് കൊടുക്കാതെ 2,78,00,000 രൂപ മാസപ്പടിയായിട്ട് കൊടുത്ത് അത് അഴിമതിയാണ് എന്ന് ആരോപണമുണ്ട്. കാരണം സിഎംആറിന് വേണ്ടി ഒരു സേവനവും വീണ തൈക്കണ്ടി ചെയ്തു കൊടുത്തിട്ടില്ല. അല്ലാതെ കിട്ടിയ പണം മറ്റെന്തോ ആവശ്യത്തിനാണ്. ഏതായാലും SFIO നേരത്തെ ഹാജരാക്കിയ SFIക്കാർ ഹാജരാക്കിയ 134 രേഖകളും അതിൻ്റെ കോപ്പി വേണമെന്ന് ഇ ഡി SFIയിൽ ആവശ്യപ്പെട്ടു. അവരുടെ കേസിന് മുന്നോട്ട് പോകണമെങ്കിൽ SFIയുടെ 134 രേഖകൾ എങ്കിലും ലഭിക്കണം എന്ന അപേക്ഷ SFI കോടതി പരിഗണിച്ചു. അത് കൊടുക്കാൻ ഉത്തരവായി. അതുകൊണ്ട് നാളെ വരെയുള്ള ഇൻ്റരിയം സെറ്റിൽമെൻറ്റും SFIയുടെ കയ്യിലുള്ള വീണ വിജയൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആ റെക്കോർഡുകളെല്ലാം ഇ ഡിയുടെ കൈവശം എത്തിച്ചേരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ചോദ്യം ചെയ്യൽ 5 പേരെ പ്രാഥമികമായിട്ട് നടക്കാൻ പോകുന്നത്. വീണ വിജയനെ കഴിഞ്ഞ 27-ാം തീയതി മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തിരുന്നു. പ്രാരംഭമായി ചോദ്യം ചെയ്തിട്ട് അവർ മടങ്ങി. വീണ വിജയൻ്റെ ഉൾപ്പെടെ ഏകദേശം 184 ബാങ്ക് അക്കൗണ്ടുകളും ട്രാൻസാക്ഷനും അത് അന്ന് മരവിപ്പിച്ചിരുന്നു. HDFC ബാങ്കിലെ വീണ വിജയൻ്റെ അക്കൗണ്ടും മരവിപ്പിച്ചു. അവിടെയുള്ള ലോക്കർ അവരിനി പരിശോധിക്കും. ഏതായാലും കേസിൻ്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം ഇ ഡി ചെയ്യുകയാണ്. അത് ഫസ്റ്റ് റൗണ്ടിൽ അവർ 5 പേരെ ചോദ്യം ചെയ്തിട്ട് വീണ്ടും പല ആൾക്കാരും ചോദ്യം ചെയ്യാൻ കിടപ്പുണ്ട്. KSIDCയിലെ അവിടുത്തെ മാനേജറെ, അവിടുത്തെ മാനേജിങ് ഡയറക്ടറെ ഒക്കെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം KSIDCക്ക് 13.4% ഷെയർ CMRലും ഉണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ അത്രയും ഷെയറുള്ളൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം എന്തിനാണ് തൈക്കണ്ടിക്ക് അല്ലെങ്കിൽ വീണ വിജയന് പണം മാസപ്പടിയായിട്ട് കൊടുത്തത്? അതെന്ത് കാര്യത്തിന്? അത് അവർ വിശദീകരിക്കണം. അവർ തൃപ്തികരമായൊരു വിശദീകരണം കൊടുക്കാൻ വീണ വിജയന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ അവരുടെ ഇതുവരെയുള്ള ട്രാൻസാക്ഷൻസ്, CMRുമായിട്ടുള്ള ബന്ധം, കർത്തായുടെ മകൻ്റെ ആയിട്ടുള്ള ചില ഇടപാടുകൾ, അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ റെക്കോർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് വിദേശ വിനിമയം ലംഘിച്ചുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അത് അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഇ ഡിയുടെ അന്വേഷണം കൊണ്ട് നിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിലും കുറച്ചുകൂടെ വിദേശ വിനിമയം ഒക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം ഇ ഡിയിൽ നിന്ന് മാറും. വിദേശത്തുമൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ അത് CBIക്ക് കൊടുക്കണം, അല്ലെങ്കിൽ NIAക്കും കൊടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.